അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപത്വനും പരിശുദ്ധാത്മശ്രേഷ്ഠ നീക്കുവാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ എമാവുസ് ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കും. എമാവുസ് ശിഷ്യന്മാരെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഹൃദയം എന്നുള്ള വാക്ക് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ജ്വലിക്കുന്ന ഒരു പ്രക്രിയ ആണ്
വചന കൈമാറ്റത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ടത്. അതിനാണ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വചന പ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹൃദയമാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അത് ജ്വലിപ്പിക്കണം. ഹൃദയം ഒരു ബയോളജിക്കൽ ഉപകരണമാണ് അല്ലേ, ഒരു മോട്ടറല്ലേ, പമ്പിങ് മോട്ടറാണ്, ബ്ലഡ് പമ്പ് ചെയ്യണം. ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ്. പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഹൃദയത്തിന് യേശു കർത്താവാണെന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ രക്ഷയുടെ സുവിശേഷമാണ് സ്വീകരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കണത്. അത് ഈശോ പറയാണ്ട് എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, എന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്ക 24:26 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഹോൾ രക്ഷാകര ചരിത്രത്തിന്റെ സാരസംഗ്രഹമായ ഈ വചനമാണ് ഹൃദയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉദ്ദീപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പോളും ആദിമ സഭയെല്ലാം ഹൃദയത്തിലേക്കാണ് വചനം കൊടുക്കുന്നത്. രക്ഷാ സുവിശേഷത്തിന് ബുദ്ധിപരമായ ഒരു തലമില്ല. നമ്മൾ ഏതോ കാലത്ത് രക്ഷാസുവിശേഷം ബുദ്ധിപരമായൊരു ഫാക്കൽറ്റിയുടെ വിഷയമാക്കി മാറ്റിയത് നിസ്സാര രീതിയിലല്ല മിഷനെ ബാധിച്ചിരിക്കുന്നത്. രക്ഷാകരമായ പദ്ധതി ഒരു ഇൻ്റലക്ച്വൽ വിഷയമല്ല ശരിക്കും, അതൊരു ഹൃദയംഗമമായ വിഷയമാണ്. അതുകൊണ്ടാണ് ആദിമസഭയുടെ ടോട്ടൽ കൺസെപ്റ്റ് അതാണ് 10:9 കണ്ട രക്ഷ എങ്ങനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അക്കാഡമിക് ബിസിനസ്, അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമല്ല. രക്ഷ പ്രാപിക്കണേ എങ്ങനെയാണ്? റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന്, അതാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഹൃദയം ജ്വലിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. യേശു ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമാവുസ് ശിഷ്യന്മാർ പറയണില്ലേ? അപ്പം അവൻ എന്താ സംസാരിച്ചത്? അവൻ സംസാരിച്ചത് റോമ 10:9 അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്നാണ് സംസാരിച്ചത്. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയിരുന്ന ആ രക്ഷയുടെ അനുഭവം കിട്ടിയ ആൾക്കാരെ എന്താണ് അവർ കണ്ണ് തുറന്നെന്നാ പറയണത്. ലൂക്ക 24:30-31 അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ മുറിച്ചപ്പോഴേ കണ്ണ് തുറന്നു. എന്തപ്പമാണ് മുറിച്ചിരിക്കുന്നത്? ഈ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയം ജ്വലിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് ജീവൻ്റെ അപ്പമാണ് അവൻ മുറിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ മുറിക്കപ്പെട്ട നിമിഷങ്ങളിൽ അവരുടെ കണ്ണ് തുറന്നു. അവരെന്താ കണ്ടിരിക്കണത്? അകലെ കല്ലറ കണ്ടു, കല്ലറയുടെ കൂടെ കാൽവരി കണ്ടു, കാൽവരിയുടെ കൂടെ കൂട്ടായ്മ കണ്ടു. അവരെടുത്തൊരു ഓട്ടമാണ് ഓടണം. ഇതിനാണ് ആ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിലൂടെ ഭാഗമാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന കാൽവരിയെക്കുറിച്ചും ആ കാൽവരിയുടെ നിത്യസമാനമായ കല്ലറയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആണ് അവർ തിരിച്ചു പോകുന്നത്. ഓരോ അപ്പമർക്ക് ശുശ്രൂഷയും ഓരോ പെസഹവാരവും കല്ലറ കാൽവരിയും കൂട്ടായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. എൻ്റെ പേര് ലിഷ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്, ഹിഷാൽ, ഹർഷിത്. ഇത് രണ്ടാമത്തെ മകൻ ഹർഷിത്. ഇവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവൻ 2020 മാർച്ച് മാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ ജനിച്ച മുതലേ ഇവൻ ഒരു കാലിന് ക്ലബ് ഫൂട്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ക്ലബ് ഫൂട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സ് അപ്പോൾ തന്നെ പീഡിയാട്രിക് ഡോക്ടറും എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു,
ഇത് ഒരു 6 വീക്സ് എത്തുന്ന സമയത്ത് ടിനോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി ചെയ്യാം, ആ സർജറിയിലൂടെ ഇത് പൂർണ്ണമായും ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ജനിച്ച് 5ാമത്തെ ദിവസം മുതൽ ഓരോ വീക്സിലും പോയിട്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ടു. 6th വീക്ക് എത്തിയപ്പോൾ ആ ടിനോട്ടമി എന്നുള്ള സർജറി ചെയ്തു. 1 മാസം കൊണ്ട് അവർ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം നോക്കുമ്പോൾ കുട്ടിയുടെ കാല് ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ 1 വയസ്സോ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി സർജറി ചെയ്ത് നോക്കാം. പക്ഷെ അവർ ഒരു ഉറപ്പ് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കോഴിക്കോട് തന്നെ മറ്റു പല ഹോസ്പിറ്റലുകളും കണ്ണൂരും ഒക്കെ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും ഇതിനൊരു ഉറപ്പ് പറയുന്നില്ല. ഞാൻ 2021 കൃപാസന മാതാവിനെ കുറിച്ച് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല. കൊറോണ സമയമാണ്. ഞാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് അറിയുക ഇവിടെ അടച്ചിട്ടാണുള്ളത് കൊറോണ കാരണം. അല്ലെങ്കിൽ ഓരോരോ തടസ്സം കാരണം ഞാൻ 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെയാണ് വെച്ചത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് നടന്നു കിട്ടിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി 10 വർഷത്തിന് മേലെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാൻ എൻ്റെ 6ാമത്തെ നിയോഗം വെച്ചത് അവൾക്ക് വേണ്ടിയാണ്. ആ 6ാമത്തെ നിയോഗം എനിക്ക് 1 മാസം കൊണ്ട് സാധിച്ചു കിട്ടി. കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേന് ഇതൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ നെക്സ്റ്റ് മന്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ കൺസീവ് ആയി എന്നുള്ളത്. അതിനുശേഷം ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ കിട്ടി. അപ്പോൾ ഞാനിവിടെ അൾത്താരയിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അച്ഛൻ ഇതുവരെ കുട്ടികളെ ഒന്നും എടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ ഇത് ശരിയായി കിട്ടുകയാണെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ മകനെ എടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് അവിടുന്ന് ഒരു ബ്ലെസ്സിങ്സ് വാങ്ങി തിരിച്ചു തരണമെന്നാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല, മോനെ എടുത്തു പോയി ഈശോൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി ബ്ലെസ് ചെയ്തിട്ട് തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് സാക്ഷ്യം പറയാമെന്ന്. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന കഴിഞ്ഞാൽ മോൻ്റെ കാലിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് അതിനുശേഷം ഒരുപാട് ആളുകൾ കോയമ്പത്തൂരുള്ള ഒരു ഗംഗാ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി കുഞ്ഞിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞു ഇത് സർജറിയിൽ കൂടെ റെഡിയാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ അന്നിപ്പോൾ വിചാരിച്ചത് ഞാനിവിടെ കൃപാസന അമ്മേനോട് പ്രാർത്ഥിച്ചിട്ടാണ്, അപ്പോൾ മാതാവ് ഇത് ശരിയാക്കി തരൂലേ. അങ്ങനെ മാതാവാണ് ശരിയാക്കി തരുന്നതെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു, എൻ്റെ തെറ്റാണ്. പക്ഷേ ഡോക്ടർ സർജറി ഫിക്സ് ചെയ്തു. എനിക്ക് ആ കാശ് രൂപം, കളഞ്ഞുപോയ കാശ് രൂപം 1.5 മാസത്തിന് ശേഷം എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അമ്മയാണ് എനിക്ക് ഇതിനുള്ള വഴി ഒരുക്കി തന്നതെന്ന്. അപ്പോൾ സർജറിക്ക് വലിയൊരു എമൗണ്ട് വേണം, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ മാതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പോലെ സംസാരിക്കാത്ത ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് ലിഷ പൈസ വേണോ, മോൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട ശരിയാവും എന്ന് പറഞ്ഞു. എനിക്ക് എവിടെ നിന്നൊക്കെയോ പൈസ വന്നു, സർജറി ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷം പ്ലാസ്റ്റർ അഴിച്ച് നോക്കുന്ന സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊരു ഫാസ്റ്റ് റിക്കവറി ആണ്, ഇത്ര പെട്ടെന്ന് ഇത് ശരിയാവുമെന്ന് ഡോക്ടർ പോലും വിചാരിച്ചില്ല എന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം, എൻ്റെ വീട് ഒരു 70 വർഷത്തോളം പഴക്കമുണ്ട്. വീട്ടിൽ ഞാനും അമ്മയും 2 മക്കളും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ ആ വീട് മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അച്ഛനെ കൊണ്ടത് സാധിച്ചില്ല. എൻ്റെ അനിയനും അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല, അവനെ കൊണ്ടും അത് സാധിക്കുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ വീട്ടിലെപ്പം നോക്കിയാലും പാമ്പ് വരും, പെരുമ്പാമ്പ്, മൂർക്കൻ, അണലി, ചേര. അപ്പോൾ പേടിച്ചുകൊണ്ടാണ് വീട്ടിൽ കഴിയുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ രാത്രിയിൽ ചുമര് പൊട്ടിയിട്ട് എൻ്റെ കാലിലേക്ക് വീണു. ഞാൻ ചാടി എണീറ്റ് ഞാൻ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തില്ലേ, ഈ വീടൊന്ന് മാറ്റി പണിയാനുള്ള ഒരു ഇത് മാതാവിന് തന്നുടേന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കാര്യം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അനിയന് യൂറോപ്പിലേക്ക് ഒരു ജോലി പെട്ടെന്ന് ശരിയായി. അപ്പോൾ അവൻ വീടെടുക്കാൻ വില്ലിങ് ആയി. അപ്പോൾ ലോണിന് പോയ സമയത്ത് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ, അനിയൻ നാട്ടിലില്ല. അപ്പോൾ ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, വീടിന് പട്ടയമില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഈശോയും മാതാവും എൻ്റെ കൂടെ വന്ന് ശരിയാക്കി തന്നതുപോലെ എനിക്ക് തോന്നി. കാരണം ബാങ്കിൽ ഞാൻ ലോണിന് പോയി എല്ലാവരും ക്യൂ നിൽക്കുന്നത് പോലെ ഞാൻ നിന്നിട്ടില്ല. എനിക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. എൻ്റെ ലോണിൻ്റെ പേപ്പർ ഫില്ല് ചെയ്ത് തന്നത് ബാങ്ക് മാനേജറാണ്. അപ്പോൾ ലോണ് ശരിയാവാണ്ട് തടസ്സം നിന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ 80 വയസ്സിന് മേലെയുണ്ട്. അമ്മമ്മ വീട്ടിൽ വന്ന സമയത്ത് ജപമാല സ്ഥിരമായി പ്രാർത്ഥിക്കും.
അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപമാല പ്രാർത്ഥിക്കും, അതേപോലെ ബൈബിൾ വായിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദിവസം മാതാവിൻ്റെ ഒരു മണം കിട്ടി. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ മാതാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എന്നോട് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലിഷ ലോൺ പാസ്സായി. അത് തുടങ്ങി 9 മാസത്തിനുള്ളിൽ 2100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹരമായ വീട് മാതാവ് എനിക്ക് ഉണ്ടാക്കി തന്നു. കാരണം ഞങ്ങളെ വീടിൻ്റെ 4 മൂലയിലും മാതാവാണ് ഇരിക്കുന്നത്. ഞങ്ങൾ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ്. ഞങ്ങൾ വീട് പണിയിൽ ഒരു ഘട്ടത്തിൽ പോലും അവിടെ പോയിട്ടില്ല. പക്ഷേ മനോഹരമായൊരു വീട്, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് 2 മക്കളും അമ്മയാണ്. അപ്പോൾ എനിക്ക് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 2022 ഒക്ടോബർ 29 ഇവിടെ ജപമാല റാലിയാണ്. അപ്പോൾ ഒക്ടോബർ 10-ാം തീയതി ആയപ്പോൾ എനിക്കൊരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തു. എന്നോട് പറഞ്ഞത് 3 മുതൽ 6 മാസം വരെ ടൈമിനുള്ളിൽ ആ വണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒക്ടോബർ 28-ാം തീയതി രാത്രി 7 മണിക്ക് വണ്ടി കിട്ടണം. അപ്പോൾ പറഞ്ഞു അതെന്തായാലും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു മാതാവാണ് എനിക്ക് ഈ വണ്ടി തരുന്നതെങ്കിൽ എനിക്ക് ഒക്ടോബർ 28-ാം തീയതി രാത്രി 7 മണിക്ക് വണ്ടി കിട്ടിയാൽ മതി. കാരണം ആ വണ്ടി എടുത്ത് എനിക്ക് നേരെ കൃപാസനത്തിൻ്റെ മുന്നിൽ വരണം, മാതാവിനെ കാണിക്കണം, എനിക്ക് റാലിക്ക് പോകണം. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒക്ടോബർ 28-ാം തീയതി ഉച്ചവരെ എനിക്ക് ആ വണ്ടി കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷേ 28-ാം തീയതി 6 മണിക്ക് ഞങ്ങൾ വീട്ടിലെല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 7 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തണം, നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. ആ 28-ാം തീയതി രാത്രി 7 മണിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് മാതാവ് ഒരു സുഗന്ധാഭിഷേകത്തിലൂടെ എന്നെ അറിയിച്ചു തന്നു അത് തരുന്നുള്ളത്. കാരണം ആ വണ്ടിയിൽ ഇവിടെ റാലിക്ക് വരാൻ വേണ്ടി എൻ്റെ ചേച്ചിയും മോനും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉറച്ച വിശ്വാസത്തിന് മൂലമാണ് ഞങ്ങൾ വേറൊരു വണ്ടി പോലും ബുക്ക് ചെയ്തില്ല. ഞങ്ങൾ 28-ാം തീയതി രാത്രി 7 മണിക്ക് വണ്ടി ഇറക്കി നേരെ ഇവിടെ കൃപാസനത്തിൽ വന്നു. 29-ാം തീയതി ഞങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു ജോലി. അപ്പോൾ കൊറോണ സമയത്ത് പുള്ളി വർക്ക് ചെയ്തു, പക്ഷേ പുള്ളിക്ക് സാലറി ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ സാലറി കിട്ടാണ്ടായ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടായ സമയത്ത് അവർ അറബീനോട് പൈസയ്ക്ക് ചോദിച്ചു. അപ്പോൾ അറബി പൈസ കൊടുക്കുന്നില്ല. പുള്ളി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറിപ്പോണം, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെയും ഭാര്യയുടെയും കൊച്ചിൻ്റെയും പേരിൽ കേസെടുക്കും, നിങ്ങളിവിടെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരുപാട് വിഷമിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കൊറോണ സമയത്ത് ഇവിടെ ഗൂഗിൾ മീറ്റിൽ അച്ഛനുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അവർ സംസാരിച്ചു. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ അറബിയായിട്ട് ഗൾഫ് രാജ്യത്തിൽ കേസ് നടക്കുകയും, കാരണം കേസിന് വേണ്ടി ഇവർക്ക് അറബി സംസാരിക്കാനോ ഒന്നും അറിയത്തില്ല. മാതാവും ഈശോവുമാണ് അവർക്ക് വക്കീലായി പോയത്. അവരെ കേസ് വിജയിച്ച് അവർക്ക് ഏട്ടന് കിട്ടാനുള്ള പൈസ മുഴുവൻ ശമ്പളമായിട്ട് തിരിച്ചു കൊടുത്തു. ചേട്ടന് പ്രമോഷനോട് കൂടെ വേറൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടുകയും ചെയ്തു. അതും ഈശോയും അമ്മയും തന്ന അനുഗ്രഹം തന്നെയാണ്. അടുത്ത എൻ്റെ സാക്ഷ്യം, ചേച്ചിക്ക് ചെന്നൈയിലാണ് അവരുടെ ഫ്ലാറ്റ്. അപ്പോൾ അവർ ഗൾഫിലായതുകൊണ്ട് അവരെ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തു. 5 വർഷത്തിന് മേലെ ആയിട്ട് അവിടെ താമസിക്കുന്ന ആൾ അവർക്ക് റെൻറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായി. അവർക്ക് ടാക്സ് അടയ്ക്കണം, അങ്ങനെ ഒരുപാട് പൈസകൾ അവിടെ കെട്ടണം, അവർക്ക് അതിനുള്ള വഴിയില്ല. അപ്പം ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ചു. ഞാൻ അതേ സമയം ചേച്ചീനോട് പറഞ്ഞു ഗൾഫിലിരുന്നിട്ട് അവർ ഉടമ്പടി എടുത്താണ്, നിങ്ങൾ തിരി കത്തിച്ചു വെക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയും ഒരുമിച്ചിരുന്ന് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു. ഒരു 4 മാസത്തിനുള്ളിൽ അവർ വാടക കൊടുത്തു തുടങ്ങി. ഇപ്പം അവർക്ക് കുറച്ചായിട്ട് വാടക കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് 8 വർഷത്തോളമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം എൻ്റെ സാലറി കുറച്ചൊന്ന് കുറവായിരുന്നു. ഞാൻ മാതാവിനോട് അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോടൊരു സാലറി പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സാലറി തന്ന് മാതാവ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളും 10,000 രൂപ എനിക്ക് അധികം തന്ന് എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അതുകൂടാതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഇവിടുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ആളുകൾക്കല്ല, ഞാൻ അധികം പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അവർക്ക് കൊടുക്കും. അതേപോലെ
കുറേ കുന്നംകുളം അപ്പുറം വിട്ട് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡുകളിലുള്ള ചേട്ടന്മാർക്ക് കൊടുക്കും. ഞാനിത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇവിടുത്തെ കാശ് രൂപവും ചെറിയ ഫോട്ടോവും കൂടെ കൊടുക്കും. ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വലുതും ചെറുതുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓരോ അനുഗ്രഹങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ആ പത്രം കൊടുക്കുന്നത്. ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ പത്രം മുഴുവൻ കൊടുത്തു തീർക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ അധികവും എൻ്റെ മോന് കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ കൂട്ടിപ്പോയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ കുറേ വയസ്സായ അച്ഛന്മാരും അമ്മമാരും ഒക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസം എനിക്ക് ലീവ് കിട്ടുമ്പോൾ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ പോയി അവർക്ക് ഭക്ഷണങ്ങൾ വാരിക്കൊടുക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കൃപ മാതാവ് ഒരുക്കി തന്നു. അതേപോലെ ആദ്യമൊക്കെ വസ്ത്രം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയാണ് വസ്ത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അനാഥാലയത്തിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവിടെ തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിന് എനിക്ക് തരാനുണ്ട്. കാരണം ഞാൻ ചോദിച്ച അനുഗ്രഹങ്ങളൊന്നും അല്ല മാതാവ് എനിക്ക് തരുന്നത്. പക്ഷെ ഞാൻ മുന്നോട്ട് പോകില്ല. കാരണം എനിക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അമ്മയ്ക്കറിയാം. എൻ്റെ ആവശ്യങ്ങളല്ല എനിക്ക് വേണ്ടത് എന്നുള്ളത് അമ്മയ്ക്ക് ഉറച്ചു ബോധ്യമുണ്ട്. അത് ഞാനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതാവസാനം വരെ ഉടമ്പടിയിൽ തുടരാനും മാതാവിനോടൊപ്പം നിത്യതയിൽ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പുറപ്പാട് 33:19 തിരുവചനം അരുളി ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. കർത്താവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാവുക, അത് നമുക്ക് എങ്ങനെയാണ് കഴിയുക? അതിനാണ് 6 നിബന്ധനകൾ, 6 നിയോഗങ്ങൾ ഉടമ്പടിയിലുണ്ട്. അതുപോലെ തന്നെ നിബന്ധനകളുമുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടം, അതായത് എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കുമെന്ന് തിരുവചനം അരുളി ചെയ്യുമ്പോൾ ഈ മകളുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾ ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ പിന്നീട് അമ്മയോടും ഈശോയോടും എങ്ങനെയാണ് വിശ്വസ്തയോടെ തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ വിശുദ്ധിയോടെ വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനാണ് ഈ മകള് ശ്രദ്ധിക്കുന്നത്. തൻ്റെ അമ്മൂമ്മയൊക്കെ, അതായത് അവർക്കൊന്നും ജപമാലയൊന്നും അറിയില്ല, പക്ഷേ ആ അമ്മൂമ്മയൊക്കെ ജപമാല പഠിച്ച് തൻ്റെ വീട്ടിൽ അത് തന്നെ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഇത് ഇവിടെ പറയുമ്പോൾ ഈശോയെ വിളിക്കുന്നവർ ആരായിരുന്നാലും അവരെയൊക്കെ ഒത്തിരിയേറെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. തൻ്റെ ഓരോ സാക്ഷ്യവും വളരെ വ്യക്തമാണ്. ഉടമ്പടി എങ്ങനെ തന്നെക്കൊണ്ട് ഉടമ്പടിയിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും എങ്ങനെ ഓരോ കാര്യങ്ങളും ലഭിച്ചു എന്നുള്ളത് ഈ മകൾ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞു. താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ത്, പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയൊക്കെ താൻ ചെയ്യുന്നു. അമ്മയോട് ഓരോ ഡേറ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് അതൊക്കെ എന്ത് ഉറപ്പാണ്, എന്തൊരു ഉറപ്പിലാണ് ഈ മകൾ പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെയാണ് സ്നേഹത്തോടെയുള്ള, അതായത് ഹൃദയം സ്നേഹം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, എനിക്ക് ഈ ഡേറ്റിലൊക്കെ ഇതൊക്കെ കിട്ടണം. എങ്ങനെ അമ്മ കൊടുക്കാതിരിക്കും? എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ പറഞ്ഞ ആ ഉടമ്പടി വചനം, അത് ഈ മകള്, ഈ കുടുംബം അക്ഷരം പ്രതി പാലിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് അമ്മ ആ പറഞ്ഞ ഡേറ്റിനൊക്കെ ഈ മകൾക്കും അതുപോലെ തന്നെയാണ് കാര്യം. ഈ മകളുടെ സാക്ഷ്യം മാത്രമല്ല, ഇവിടെ പറയുന്ന എത്രയോ അനുഭവ സാക്ഷ്യങ്ങളിലാണ് നമുക്കിങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെ തൻ്റെ വീടിൻ്റെ കാര്യമുണ്ട്. 70 വർഷത്തോളം പഴക്കമുള്ള വീട്, വരുമാനമാർഗം ഇല്ലാതിരുന്ന അവസ്ഥ, അതെങ്ങനെ വരുമാനമാർഗം ഉയരുന്നു. തൻ്റെ സഹോദരൻ്റെ ജോലി, അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഓരോന്നിലും എങ്ങനെ ഉടമ്പടിയുടെ അംശം പ്രതിഫലിച്ച് കാണുന്നു, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തിരുവചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാകുവാനാകുകയാണ്. അതാണ് നമ്മുടെ ഉടമ്പടിയിലെ ലക്ഷ്യമെന്ന് പറയുക. അതിനു വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തനിക്ക് ഇനി തൻ്റെ ഉടമ്പടിയിൽ അമ്മയും ഈശോയ്ക്കും ഇഷ്ടപ്പെട്ടതൊക്കെയാണ് എനിക്ക് തന്നത്, ഞാൻ വെച്ച നിയോഗങ്ങളൊന്നുമല്ല. ഇനി എനിക്ക് എന്ത് തന്നാലും അതെല്ലാം ഞാൻ സ്വീകരിക്കും, എനിക്ക് നിത്യത വരെ ഈശോയോടൊത്തുള്ള ഒരു ജീവിതം. ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ ഈശോയെ അറിഞ്ഞ മക്കളാണെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. പരമ്പരാഗതമായിട്ട് ഈശോയെ അറിഞ്ഞ മക്കളല്ല. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.